നമ്മൾ ഭൂട്ടാനിൽ കയറുന്നതിന് മുമ്പ് 1-2 ചടങ്ങുകളോട് ചെയ്യാനുണ്ട്. കാരണം അവർ നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ഡോക്ടർ സാറിന് വേണ്ടി നമ്മൾ വന്നേക്കുകയാണ്, അത് എടുക്കാൻ വേണ്ടി. പ്രവീൺ മച്ചാൻ, പുള്ളി എല്ലാവരും അറിയുന്നതാണ്, ഇവിടുത്തെ ജയഗാവിൻ്റെ പ്രിൻസിപ്പളാണ് പുള്ളി. അല്ലേ പ്രിൻസിപ്പളാണ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വേണ്ടെന്നൊക്കെ. നമ്മൾ അവസാനം ബോർഡറെല്ലാം താണ്ടി നമ്മുടെ സംഭവങ്ങളൊക്കെ നോക്കി നമ്മളിപ്പോൾ ഭൂട്ടാനകത്ത് കയറി. വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം, വെളിയിൽ ഇറങ്ങണം. ഇവിടുന്ന് പൈസയും ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഭൂട്ടാനിൽ കയറി. ഇനി നമ്മൾ പാച്ചുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കൊള്ളാം, സൈഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആ എൻട്രൻസിൽ ഇത്തിരി കുടുങ്ങിപ്പോയി, അത് ഞാൻ പിന്നീട് പറയാം എന്താ കാരണം എന്നൊക്കെ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ലവരായ ഓഫീസേഴ്സ് ആയതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടു. നല്ല റോഡും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിട്ട് കാണാം. അപ്പം നമ്മളിത് പുള്ളി നമ്മളെ പാച്ചുവിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്തൊക്കെ ഉള്ളത് ചെറിയ കുഴിയും കൊണ്ടുമൊക്കെ ഉണ്ട്. നമ്മുടെ റബ്ബറിൻ്റാണ് വണ്ടി ഓടിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നുണ്ട് പുള്ളി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒലയാണ് മൊത്തത്തിൽ. ഇതിപ്പോൾ എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഇത് മണ്ണൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. മഴ പെയ്യരുതെന്നുള്ളൊരു പ്രാർത്ഥന അല്ലേ. എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളെല്ലാവരുമായിട്ട് പാച്ചുവിലേക്ക് എത്തിയേക്കാണ്. ഹായ് ഹൂയ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാച്ചുവിലെത്തി. വഴിയൊക്കെ എൻ്റെ പുറകുവശത്ത് കാണുന്ന പോലെയാണ്. കണ്ടല്ലേ, ഇവിടെ ഇപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മണ്ണ് മാറ്റിയതാണ്. നമ്മുടെ പുറകിൽ കാണുന്നുണ്ട്, അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ വന്നത്. താഴേന്ന് നമ്മൾ കയറി ഇവിടെ വരെ എത്തി. ഇനി അല്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വരാം. ഓക്കെ, ആണ് നമ്മുടെ വണ്ടി. കേരള രജിസ്ട്രേഷൻ തന്നെയാണ്, നമ്മുടെ ജോൺ ജിയുടെ വണ്ടിയാണ്. കണ്ടല്ലേ, ബൊലോറയാണ് കേട്ടോ. കണ്ടല്ലേ, കണ്ടോ. ഓക്കെ, അപ്പം മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതെ, നമ്മളങ്ങനെ പാച്ചുവിലെത്തി. പാച്ചു എന്ന് പറയുന്ന വാട്ടർ ഫോൾസ് ആണ് കേട്ടോ. അതെ, കണ്ടല്ലേ, വെള്ളച്ചാട്ടം നമുക്ക് കാണണ്ടേ. അതെ, ഉണ്ടല്ലേ, ഇത് കാണാനാണ് എല്ലാവരും വരുന്നത്. ഉണ്ടോ, കൊള്ളാം. പക്ഷേ വലിയ വെള്ളമില്ല. അവിടെ ഒരാളത് കണ്ടല്ലേ, ബീറും കുപ്പിയൊക്കെ ആയിട്ട് പുള്ളി അവിടെ കിടന്ന് നല്ല അർമാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭൂട്ടാനിൽ വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ. നമ്മളതൊക്കെ ഒന്ന് കണ്ടു. അവിടെ നിന്ന് ഇത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഇത് കണ്ടല്ലേ, അങ്ങനെയാണ് വെള്ളം ഇങ്ങനെ പോകുന്നു. അവിടെ ആളുകൾ കുളിക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ എന്ത് കണ്ടില്ലേ, പോകാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ പാച്ചുവിൽ നിന്ന് ആമോഞ്ചുവിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ കണ്ടില്ല, നല്ല ആ മലയും കാര്യങ്ങളും അതിൻ്റെ നടുക്കൂടെ ഒരു നദി പോകുന്നുണ്ട്. ഇനി നേരെ ഇവിടെ നിന്നുള്ള റോഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതെ, മണ്ണിടിച്ചിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുമുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മഴയുടെ സമയം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ആംചു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോറികൾ നിരന്ന് കിടക്കുന്നത്. ഇത് ബംഗ്ലാദേശിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്നാണ് കല്ലും മണലും ഈ സംഭവങ്ങളെല്ലാം ബംഗ്ലാദേശിലേക്കാണ് പോകാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. പോകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കണ്ടല്ലോ, എല്ലാം ലോഡാക്കി കയറ്റി ഇട്ടേക്കുന്ന വണ്ടികളും ഉണ്ട്. കണ്ടോ, ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഫുള്ളത് തന്നെയാണ്. ഇത് കേട്ടോ, പല രീതിയിൽ പൊട്ടിച്ച് രാജസ്ഥാനിലേക്കും പോകുന്നുണ്ട് കേട്ടോ, പലയിടത്തേക്ക്. ഇവിടുന്ന് മണ്ണും മണലും എല്ലാം പോകുന്നുണ്ട്, കല്ലും എല്ലാം. കണ്ടല്ലേ, അവിടെ ഇത് എനിക്ക് തോന്നുന്നത് വേറെ രീതിയിൽ കണ്ടില്ലേ, അത് കൂട്ടിയിട്ടേക്കുന്ന കണ്ടില്ലേ. ഒരു വലിയ പരിപാടിയാണ് കേട്ടോ, ഇത് വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഓ, ഇത് കരിമണലല്ലേ. ഓ അതെ, കരിമണൽ കിടക്കുന്നു. അതെ അതെ, ഇവിടെ ഇപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാ. കണ്ടില്ലേ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായ റോഡ് ഒരു വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവർ വെച്ചേക്കുന്നതാണ്. കണ്ടോ, വോൾവോടെ ഇത് കണ്ടോ, നമ്മൾ അതിന് ടയറാണ്. കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണാം. മറ്റേ ചെയിനായിരുന്നു നമ്മൾ കണ്ടേക്കുന്നത്, പക്ഷെ അതിന് നേരെ ടയർ. താഴെ കണ്ടോ, ബിൽഡിങ്ങുകൾ പോലെ പണിതിട്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് അവർ ക്വാറന്റൈൻ സെൻറ്റർ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ഭൂട്ടാനിൽ അവരുണ്ടാക്കിയാണ്. കോവിഡ് വന്ന എല്ലാവരെയും കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, എന്ത് നല്ല അടിപൊളി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വിത്ത് AC ഒക്കെയാണേ. അതെ അതെ, നോക്കിയേ.
ഇപ്പൊ എന്തോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്ന ടൂറിസ്റ്റ് ഒക്കെ വണ്ടി വരുന്നുണ്ട് അവിടെ. അതെ, ആംചോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ. അത് അപ്പുറത്തൂടെ ഒരു പാലം പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ വന്ന പാലം ഇതൊരു നമ്മുടെ സ്നേഹിതൻ പറഞ്ഞത് വെച്ച് ഭൂട്ടാനിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. നമ്മൾ അല്പം മുന്നോട്ട് പോട്ടെ. പക്ഷെ നമ്മുടെ ഇത് മുഴുവൻ പോയി. ഒന്നാമത്തെ കാര്യം മഴയാണ്. ഇത് കണ്ടോ, സുന്ദരമായ തൂക്കുപാലമാണ്. അങ്ങറ്റം വരെ നമുക്ക് പോകാമായിരുന്നു. ഇതായിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പുതിയ പാലം പിന്നീട് പണിത് വണ്ടിക്കൊക്കെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റിന് വേണ്ടി ഇട്ടേക്കാണ്. നല്ലൊരു ഇതായിരുന്നു. ഞങ്ങളൊന്ന് എന്തായാലും ഇറങ്ങി നോക്കാം. ബാ, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനും ജോൺജിയും കൂടി വെല്ലെ പുള്ളിവരെ പേടിയാണെന്ന്. കാരണം പേടിയുണ്ട്, മഴയും ഇതുമായതുകൊണ്ട്. വാ മുന്നോട്ട് അല്പം മെല്ലെ. ഒഴുകിപ്പോ അങ്ങ് പോകും. അതെ, ഞങ്ങൾ മെല്ലെ അങ്ങോട്ടൊന്ന് പോവാണേ, കാണിക്കാമേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നലുണ്ട്. ഇതുണ്ടോ, നദിയാണ് താഴെ കൂടെ പോകുന്നത്, കേട്ടില്ലേ? പക്ഷെ നല്ലൊരു ഇത് തന്നെയാണ് കാണാൻ. അതിന്റെ നടുക്ക് പോയിട്ട് ആ നടുക്ക് നിന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയേ, നദി ഒഴുകി ഇന്ത്യയിലോട്ട് പോവാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഈ നദി കണ്ടതാണ്. അല്പം കൂടി നമ്മൾ മുന്നോട്ട് പോവാണ്. അവരോട് എഴുതി വെച്ചിട്ടുണ്ട് സേഫ്റ്റി യുവർ ഓൺ റിസ്ക് എന്താണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും വന്നുള്ളൂ. ഇനി അങ്ങ് വരെ പോകായിരുന്നു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എതിരായി. അതെ അതെ, എന്റെ അനങ്ങണ്ടേ, നല്ലോണം ഇളകുന്നുണ്ട്. നല്ലോണം എനിക്ക് കുലുങ്ങുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. നല്ല കുലുക്കമുണ്ട്. ഞങ്ങളങ്ങനെ ആംചുവിൽ നിന്ന് തിരിച്ചു പോവാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ആ തൂക്കുപാലമായിരുന്നു. തൂക്കുപാലമൊക്കെ അല്പം കണ്ടു. പക്ഷേ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റും, നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാനും ജോൺജി ഇറങ്ങി കണ്ടു. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താണ്? റിഞ്ചൻഡിങ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലേ, റിഞ്ചൻഡിങ്. ഓക്കെ, അപ്പൊ റിഞ്ചൻഡിങ്ങിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് ഇത് റോയൽ ഗസ്റ്റ് ഹൗസ് ആണ്. രാജകുടുംബത്തിലെ അംഗങ്ങളൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ളതാണ്. അതങ്ങനെ ഇവിടെ അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ദേ നല്ല താഴെ, കാരണം മഴയുണ്ട് കേട്ടോ. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളതിൻ്റെ താഴെയൊക്കെ പോകണമെന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അവർ സംസാരിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ മേളിൽ കാണുന്നത് കർബന്തി മൊണാസ്ട്രി ആണ്. ഇത് രാജാവിൻ്റെ ഗ്രാൻഡ് മദർ അല്ലേ, അവരുടെ പേഴ്സണലായിട്ടുള്ള മൊണാസ്ട്രിയാണ്. അത് നമുക്ക് പോയി മേളിലോട്ട് പോയി കാണാം. അപ്പോൾ നമ്മളതിൻ്റെ താഴ്വശത്താണ്. ഓക്കെ, നമുക്ക് പ്രവീൺജിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഗൈഡ് പുള്ളിയാണ്. ആര് നാട്ടിൽ നിന്ന് വന്നാലും പ്രവീൺജിയെ കോൺടാക്ട് ചെയ്യാം. അതെ, നമ്മൾ ആ മൊണാസ്ട്രിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ എത്തി കേട്ടോ. നമ്മൾ മേളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഓരോരോ സ്തൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എപ്പോഴാണത് റീബിൽഡ് ചെയ്ത് രണ്ടാമത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ, ആരൊക്കെയാണ് അതിന് ഡൊണേറ്റ് ചെയ്ത്, എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നത്, അങ്ങനെ പല ഇൻഫർമേഷനൊക്കെ അവിടെ ഉണ്ട്. മഴ കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ലേ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അതും ഒരു മൊണാസ്ട്രിയുടെ ഒരു ഭാഗമാണ് പഴയത്. അത് ഇവിടെ ലാൻഡ് സ്ലൈഡ്. ഡസ്റ്റ്ബിൻ കണ്ടു കേട്ടോ, ഡൊണേറ്റഡ് ഭൂട്ടാൻ ലോട്ടറി വിട്ടിട്ട് ഇവിടെ ചാരിറ്റി ചെയ്യുമായിരുന്നു. അതെ, കേരളത്തിൽ ഭൂട്ടാൻ ലോട്ടറി വിട്ടിട്ട് ഇവിടെ ചാരിറ്റി. അതെ, ചാരിറ്റി ചെയ്യായിരുന്നു. എന്തായാലും പ്രവീൺജി മുന്നോട്ട് പോയി. നമ്മൾ വീണ്ടും അങ്ങോട്ട് കയറട്ടെ. ഒന്നാമത്തെ കാര്യം മഴ, ഒരു രക്ഷയില്ല. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലണം. കണ്ടല്ലേ, മഴയത്ത് നമ്മൾ നനഞ്ഞ് അവർ താഴെ നിന്ന് കയറി വരുന്നു. നമ്മൾ മൊണാസ്ട്രിക്ക് അകത്തോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇല്ലേ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൊണാസ്ട്രിയിൽ നിന്നിറങ്ങി. നമുക്കത് കാണാൻ അകത്ത് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ഇതാണ് എൻ്റെ ഇങ്ങനെ പുറകുവശം. നമ്മളിതിലേ ഇറങ്ങി, കാരണം ക്യാമറ അവിടെ അലൗഡ് അല്ലെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് അകത്തെ ഒന്നും കാണിക്കാൻ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് നേരെ പോകുകയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നത് ഭൂട്ടാൻ ഫുൾസ്ലിംഗ് ട്രാഫിക് സിഗ്നലിന്റെ അടുത്തുള്ള CSI മാർക്കറ്റാണ്. കോട്ടയത്ത് ബേക്കർ ജംഗ്ഷന് ശേഷം ഇത്രയും നല്ലൊരു CSI മാർക്കറ്റ് കാണുന്നത് ഇവിടെയാണ്. ഈ CSI മാർക്കറ്റിന്റെ വലുപ്പം കണ്ടോ, വളരെ വലുപ്പമുള്ളൊരു CSI മാർക്കറ്റാണ്. എന്തുകൊണ്ടും CSIക്കാർക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഈ
മാർക്കറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭൂട്ടാനിൽ പടുത്തുവെച്ചേക്കുന്നത്. അതെ, CSI മാർക്കറ്റിനോട് ചേർന്ന് തന്നെ നിരവധി മദ്യശാലകളും ഉണ്ട്. അതേപോലെ ഏറ്റവും വലിയ ആപ്പിൾ വിൽക്കുന്ന കടയും ഇവിടെയാണ്. ബിഗ് ആപ്പിൾ ഉണ്ട്. കുസാങ് പ്ലാസ ഹാസ് കൊമേഴ്സ്യൽ സ്പേസ്, ഓഫീസ് സ്പേസ്. ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ട്. CSI മാർക്കറ്റിനോട് ചേർന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ റിയൽ എസ്റ്റേറ്റ് പരിപാടിയല്ല എങ്കിലും നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഈ CSI മാർക്കറ്റിനോട് ചേർന്ന് കണ്ണായ സ്ഥലത്ത് നല്ല സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ, ഏകദേശം 3000-4000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ ഈ സ്ഥലം കൊടുക്കാനുണ്ട്. ഇതാണ് ഭൂട്ടാൻ ഗേറ്റിലേക്ക്. ആ താഴെ കാണുന്ന ആണ് ഇന്ത്യ, മുകളിൽ കാണുന്നത് ഭൂട്ടാൻ. ഞങ്ങൾ ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ്. ഇന്ത്യയിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട ടാക്സി ഡ്രൈവർമാരാണ് ഈ നിൽക്കുന്നത്. പാവങ്ങൾ ആൾക്കാരെ കാത്തു നിൽക്കുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ ശ്രേഷ്ഠ ദൈവഭൃത്യൻ പ്രിയ മാസ്റ്റർ അലക്സ്, ശ്രേഷ്ഠ ദൈവഭൃത്യൻ ഷിബു നമ്മളോടൊപ്പം ഉണ്ട്. അതേപോലെ ശ്രേഷ്ഠ ദൈവഭൃത്യൻ നമ്മുടെ എന്താ പറയുന്നേ, നേപ്പാളിന്റെ അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്ന ജോൺ സാർ. അതേപോലെ വയനാട്ടിൽ ആരോട് ചോദിച്ചാലും തന്നെ പറ്റി 2 വാക്ക് നമുക്ക് കേൾക്കാം. ഇങ്ങനെയുള്ള അദ്ദേഹവുമായി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് നമ്മളുടെ ഭൂട്ടാന്റെ എമിഗ്രേഷൻ ഓഫീസാണ്. ഇത് എമിഗ്രേഷൻ ഓഫീസ്. തൊട്ട് താഴെ പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ കയറി ഞങ്ങൾ ഡീസൽ അടിക്കും. വീണ്ടും കാണും വരെ വണക്കം. പോയി ആദ്യം എൻട്രി പാസ് കിട്ടി, പിന്നെ ഇപ്പോൾ എക്സിറ്റ് പുറത്തിറങ്ങാനുള്ള പാസ് അടിച്ചു. നമ്മളിപ്പോൾ വരികയാണ്. ഞാനും പ്രവീൺജിയും വരുന്നു. ഇനിയിപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾ നടന്നു പോകും. കാരണം വണ്ടിയിൽ ഒരാൾക്ക് മാത്രമേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. നമ്മൾ സൈഡ് വഴിയാണ് കയറി വന്നത്, ഇമിഗ്രേഷൻ വഴി. ഇനി നമ്മൾ ഇറങ്ങിപ്പോകണം. ഇപ്പം നമ്മുടെ കൂടെ വന്നവരെല്ലാം വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇനി പ്രവീൺജി വണ്ടി വെളിയിൽ കൊണ്ടുവരും. കാരണം ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. ഇനി നമ്മൾ നടന്ന് തന്നെ പോകണം. അപ്പോൾ ഞങ്ങളിനി നടക്കുകയാണ്. എല്ലാവരും വിശന്ന് ഉപ്പാട് വെട്ടി KFC വന്നു. ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം പോകണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഓർഡർ ചെയ്തു. പ്രവീൺജി ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ശുഭസാർ ദേ വരുന്നു. ഞാനിവിടെ, ജോൺജി അവിടെ മറ്റൊരു കാര്യങ്ങൾക്ക് വാഷ്റൂമിൽ നിന്ന് പോയിരിക്കുന്നു. ഓക്കെ, ഇനി അത് വന്നിട്ട് കഴിച്ചിട്ട് പോകണം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഭൂട്ടാൻ യാത്ര കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ സാറ് പുറകിരിക്കുന്നുണ്ട്, ജോൺജി ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നു. അപ്പം 1-2 കാര്യങ്ങൾ പറയട്ടെ. ഭൂട്ടാനിൽ പോകുന്നവർക്ക് അറിയാതിരിക്കാം, ഭൂട്ടാനിൽ ഇപ്പോഴും നിയമങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ ഒരു 6 കിലോമീറ്ററിനകത്തേ നമ്മൾ പോയുള്ളൂ. ഒന്നാമത്തെ കാര്യം, അവിടെ പോകുന്നവർ മെയിനായിട്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ID വേണം, അത് നിർബന്ധമാണ്. ആധാർ കാർഡ് നമ്മുടെ സ്മാർട്ട് കാർഡ് പോലത്തെയാണെങ്കിൽ പറ്റത്തില്ല. കാരണം അവർക്ക് നീളത്തിലുള്ള ആ പേപ്പർ തന്നെ വേണമെന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് അതിൻ്റെ അവിടെ ഒരു സ്കാനർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ആധാർ കാർഡും കൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ വോട്ടർ ID ആണെങ്കിൽ ഏറ്റവും നല്ലത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വന്തം വണ്ടി കൊണ്ടൊക്കെ പോകാം. അവിടെ ചുറ്റുപാടും കാണാൻ വേണ്ടി അകത്തോട്ട് പോകുന്നതിനൊക്കെ പിന്നെ ഗൈഡും കാര്യങ്ങളൊക്കെ വേണം. വലിയ വണ്ടിക്ക് ഒരു ദിവസം 4200 പിന്നെ പെർ ഹെഡ് പറയുന്ന കേട്ടത് 1200 1500 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഗൈഡിന് വേറെ ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള സംഭവം തന്നെയാണ്. അപ്പം നമ്മൾ പോയി ചെറുതായിട്ട് അവിടെയൊക്കെ കണ്ടു. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വലുതായിട്ടൊന്നും അകത്തോട്ട് നമ്മൾ പോയില്ല. നമുക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് അവരും യാത്രയാണ് അല്ലേ അച്ഛാ? ഓക്കെ, അപ്പോൾ പിന്നെ ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വിടുക. ഓക്കെ, ബൈ.